നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ വീട്ടിൽ ചേലക്കരയിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇൻട്രോ എടുക്കണേ. ചൊറിഞ്ഞ് വയ്യാണ്ടായിട്ട് കുളിച്ച് വന്നിട്ടാണ് വീഡിയോ എടുക്കണേ. അതായത് ന്യൂ ഇയറിൻ്റെ അതേ ദിവസം 1-ാം തീയതി 2026 ഫസ്റ്റ് ഡേ. ഞങ്ങൾ ഇവിടെ എൻ്റെ കസിൻസ് കുട്ടികളൊക്കെ ഉണ്ട്. ഇതാ പേര് പറ. എന്റെ പേരാണ് മിലാൻ. മിലാൻ. നിന്റെ പേരാണ് അവൻ. അങ്ങനെ നിന്റെ പേര്? ബച്ചുവിനെ പിന്നെ എല്ലാവരും അറിയണ്ടാവും. ബച്ചു നല്ല അടുക്കളയിൽ റെസിപ്പി വരെ ഇട്ടുണ്ട് സാലഡിന്. അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ കൊണ്ട് ഇവിടെ അടുത്തൊരു പാടമുണ്ട്. ഇവിടെ ചുറ്റോറും പാടങ്ങളാണ്. പാടത്തേക്ക് പോയതാണ്. പോണ വഴിക്ക് ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഒരു 2-3 കുപ്പി ഇങ്ങനെ സൈഡിൽ മാടയോ അങ്ങനെ എന്തൊക്കെയോ ബോട്ടിൽ കണ്ടു, അതെടുത്തു. ചോക്ലേറ്റിൻ്റെ കവർ കണ്ടു, അതെടുത്തു. ലേസിൻ്റെ കവർ കിട്ടി, അതെടുത്തു. പണ്ട് ആ വഴി പാടമായിരുന്നു, വരമ്പായിരുന്നു. ഇപ്പോൾ അത് റോഡാക്കിയിട്ടോ. അതിൻ്റെ ഗുണങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ അതൊരു അടുത്തൊരു വീട്ടിൽ പോയിട്ട് ഒരു കവർ വാങ്ങി അതിൽ കവറിൽ കുത്തി നിറച്ചു. അപ്പോഴും ഞാൻ സത്യം പറഞ്ഞത് വീഡിയോ എടുക്കണം വിചാരിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങിയതെന്ന് വെച്ചാൽ ഞാൻ ഈ പെറുക്കലുകൾ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൂടാൻ തുടങ്ങി. ആദ്യം കുട്ടികളാണ് തുടങ്ങി കേട്ടോ. പിന്നെ അമ്മായിയുണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ ബ്രദറുണ്ട്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ ഇനിയുണ്ട് കേട്ടോ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ എടുത്തു തരാണ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ്. വലിയൊരു ചാക്ക്, നിങ്ങൾ ആ വീഡിയോ കാണണം, ഫുള്ള് അതിൽ കാണാം. വലിയൊരു ചാക്ക് നിറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതവിടെ കൊടന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഹരിതകർമ്മസേനക്കാർ വരുമ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മായിനോട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിയവർ ചെയ്യുന്നതാണ് കുട്ടികൾ അവർ നമ്മളെ ഫോളോ ചെയ്യാം. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് കാറിലോ ഓട്ടോയിലോ ബസ്സിലോ ഒക്കെ പോകുന്നവർ പാക്കറ്റുകൾ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്നൊക്കെ തോന്നുന്നു ലേസിൻ്റെ പാക്കറ്റും വാട്ടർ ബോട്ടിലും, അതായത് ബിസ്ലറി വാട്ടറിൻ്റെ ബോട്ടിലും. അതാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ കള്ളും കുപ്പി അതൊക്കെ ആസ് യൂഷ്വൽ ധാരാളം ഉണ്ട്. എന്തായാലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ലേസ് മിഠായി, പുളിമിഠായി. നാട്ടിൻ പുറത്ത് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന സാധനമാണ് പുളിമിഠായിയുടെ പാക്കറ്റ്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇത് കടിച്ചു വെച്ചിട്ട് അങ്ങനെ വലിച്ചെറിയണം. അപ്പോൾ ദയവ് ചെയ്ത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഈ തള്ളയ്ക്ക് പ്രാന്താണെന്ന് തോന്നുന്നു. എനിക്കല്ല പ്രാന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് പ്രാന്ത് കേട്ടോ. അത് ആലോചിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് കാണാം. ശരി, ഹാപ്പി ന്യൂ ഇയർ ഒന്നും കൂടെ. ഞങ്ങൾ ഇത് എങ്ങനെയുള്ള വഴിയെന്ന് പറഞ്ഞാൽ കാട്ടിലേക്കാവും കേട്ടോ. വെറുതെ നടക്കാറെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് ന്യൂ ഇയർ ആയിട്ട്. കസിൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നപ്പോൾ ഒരു 1/2 കിലോമീറ്ററായി നമ്മൾ നടന്നിട്ടില്ല. ഏകദേശം 1/2 കിലോമീറ്ററിൽ വെറുതെ പെറുക്കിയെടുത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് കേട്ടോ. പണ്ട് പാടം ഉണ്ടായിരുന്ന സ്ഥലമാണ്, ഒരു വരമ്പായിരുന്നു, അതിപ്പോൾ റോഡായി. അപ്പോൾ ഇങ്ങനൊരു ഗുണമായി. ഇതൊക്കെ വണ്ടിയിൽ പോണവർ വലിച്ചെറിയണത് കേട്ടോ, ഉറപ്പാണ്. ചാക്കല്ല, ആ ചാക്കിന്റെ അടിയിൽ അതാ പ്ലാസ്റ്റിക്. അതടുത്ത് ആ ചാക്കിൽ എന്തോ ഉണ്ടല്ലോ, ഇത് പോന്നോ. അപ്പൊ ഞങ്ങള് സംഭവം മാറ്റിയിട്ടോ. ഇതിവിടെ അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ചാക്കായി. ഇനി അടുത്ത വീട്ടിലെ ആൾക്കാർ റോട്ടുന്നത് ഇവിടെ ഉണ്ട്, വേസ്റ്റ് പറഞ്ഞ് വിളിക്കുമോ എന്തോന്നറിയില്ല. ചേലക്കരല്ല, അതേതാ മണലാടി മറ്റേ ഹരിതകർമ്മസേനക്കാർ ഇതൊന്ന് കൊണ്ടുപോകണേ. ഞാൻ അവിടെ എവിടെയെങ്കിലും വെക്കാം. വിലപ്പെട്ട കുപ്പികളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് കുടിക്കുന്നവർ ദയവ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോവാതിരിക്കുക. വീട്ടിൽ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല, സത്യമാണ് സംഭവം, ശരിയാണ് അല്ലേ, വീട്ടിൽ പറയാൻ പറ്റില്ലല്ലോ കുടിക്കണ കാര്യം. അപ്പോൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പോകരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് വയ്യ. UK കുട്ടിയാണ് കേട്ടോ, എൻ്റെ സ്റ്റുഡൻ്റാണ് അല്ലേ. അതാ കണ്ടാ, ഇതും UK കാരനാണ്. എന്തിനാ ഇതിങ്ങനെ പെറുക്കിയെടുക്കണേ? ഇത് റോട്ടിലിട്ട എന്താ കുഴപ്പം? അത് നാച്ചുറൽ എൻവയറൺമെന്റ് നല്ല. Are you filming me? എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? Kingfisher. ഇത് പറ, എന്താ ഇത് റോട്ടിലിട്ട എന്താ കുഴപ്പം പറ, ഒന്ന് പറ. അത് നാച്ചുറൽ എൻവയറൺമെന്റ് നല്ലതല്ല, അത് ഇക്കോസിസ്റ്റമിന് കുട്ടികളോട് കൈ വായിലിടരുത് കേട്ടോ. ഗ്ലാസോളാണ് ഇതൊക്കെ ചോക്ലേറ്റിന്റെ ആണ്. കുഞ്ഞാവോളെ, നിങ്ങളുടെ കാര്യം തന്നെ കഷ്ടത്തിലാവണേ കേട്ടോ. ഒന്നുമില്ല. ചോക്ലേറ്റ് തിന്ന് ഇങ്ങനെ വലിച്ചെറിയരുത് മക്കളെ. എവിടുന്നാ കണ്ടേ നീ വീഡിയോ പശു തിന്നണത്?
വീഡിയോ അല്ല അല്ല വീഡിയോ അല്ല കണ്ടേ, ശരിക്കും തിന്നണം കണ്ടോ? എവിടുന്ന്? ഹൈദരാബാദ്, പശു പ്ലാസ്റ്റിക് തിന്നു. ബാംഗ്ലൂർ. ബാംഗ്ലൂരിന്നോ? എന്നിട്ട് ഞങ്ങൾ പഴം കൊടുത്തു. പ്ലാസ്റ്റിക് തിന്നാതിരിക്കാൻ വേണ്ടി അതിന് പഴം കൊടുത്തു. അപ്പൊ അത് പഴം തിന്നിട്ട് അപ്പുറത്ത് പോയി ആദ്യം പ്ലാസ്റ്റിക് തിന്ന് ശീലമായി പ്ലാസ്റ്റിക് തിന്നിട്ട്. എന്താ അല്ല ആമി, നിന്റെ നാട്ടില് UK നിന്റെ നാട് കേരളമാണ്, എന്നാലും UK കാണാറുണ്ടോ അങ്ങനെ പ്ലാസ്റ്റിക് നിറയെ? റോട്ടിൽ കാണുമോ? റോട്ടിലിടും. ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ആൾക്കാർ റോട്ടിലിടുമോ? നീ ഫുഡ് കഴിച്ചിട്ട് നീ എന്താ പറയാ സ്നാക്സിന്റെ ഒരു പാക്കറ്റ് വാങ്ങി, ലേസോ എന്തെങ്കിലും ചോക്ലേറ്റ്, നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വലിച്ചെറിയോ റോട്ടിലേക്ക്? എന്ത് ചെയ്യും? പോക്കറ്റിലിടും. വേസ്റ്റ് ബിൻ കണ്ടാൽ അതിലിടും, വേസ്റ്റ് ബിന്നിലിടും. അതാണ് വ്യത്യാസം അല്ലേ? എന്താ എക്സ്പീരിയൻസ്? അങ്ങനെയാണ്. അവിടെ ഒരു സാധനം നമ്മളുടെ കയ്യിൽ ഒരു ചോക്ലേറ്റിന്റെ കവർ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമ്മളത് ഒരു ബിൻ കാണുന്ന വരെ കൈ പിടിച്ച് നടക്കും. അല്ലെങ്കിൽ അത് കൈ പിടിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് അത് കളയുള്ളൂ. ഇതുകൊണ്ടാണ് എന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ കുറെ ഞങ്ങളുടെ ഒക്കെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ ഇങ്ങനെ ഓരോന്നുണ്ടാവും, ചിലപ്പോ കളയാൻ മറന്നിട്ടേ അങ്ങനെ ഉണ്ടാവും. അതാ പറഞ്ഞു പറയുന്നത്. 1 കിലോമീറ്റർ ആയിട്ടില്ല കേട്ടോ ഞങ്ങള് നടന്നിട്ട്. ഇത് ഇവിടെ ഏതോ ഒരു വീടിന്റെ കവുങ്ങും തോട്ടാണ്, അവിടെ വെച്ചിരുന്നൊരു എന്താ പറയാ ചാക്കാണ്. അത് ഞങ്ങൾ എടുത്തു. കവറ് ഞാൻ ഒരു വീട്ടിൽ നിന്ന് വാങ്ങി, അത് നിറഞ്ഞു. അത്രേ ഉണ്ടാവുള്ളൂ വിചാരിച്ചു. അവിടെ വേസ്റ്റ് അങ്ങനെ കൊണ്ടുപോയി ചാക്കിൽ കെട്ടിട്ടുണ്ട്. വീഡിയോ ഇതൊക്കെ പിന്നെ ഒരു ബില്ല് വെക്കുക, അല്ലെങ്കിൽ കൂടെ വീട്ടിലേക്ക് ബിൻ വെക്കുക അല്ലേ? വേസ്റ്റ് ബിൻ വെക്കുക. ഇവിടെ വെക്കില്ല കുട്ടാ പറഞ്ഞു. ഇത് ചാക്കിൽ ആരോ ആക്കി വെച്ചതാണ് കേട്ടോ. എന്തായാലും 1-ാം തീയതി ദിവസം ഞങ്ങളുടെ അടിപൊളിയാ. അങ്ങനെ ആവട്ടെ. ഇവിടെ നിറയെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ദോഷം എത്ര അവിടെ നിറയെ ചാക്കാണ് കൂട്ടാ ആ കുട്ടി. ഡിസ്നിലാൻഡ് വേൾഡ് ഡിസ്നി ആൾക്കാർ ട്രാഷ് ത്രോ അവേ ചെയ്യുന്ന സ്റ്റെപ്സ് കൗണ്ട് ചെയ്യും. അപ്പോൾ അത് ആവറേജ്ലി 30 സ്റ്റെപ്സ് ആണ് ചാച്ച്. അപ്പോൾ പിന്നെ ഡിസ്നി ഉണ്ടാക്കുമ്പോൾ ആ 30 സ്റ്റെപ്സ് പാർട്ട് ഒരു ട്രാഷ് ബിൻ വയ്ക്കും. പിന്നെ വേറൊരു 30 സ്റ്റെപ്സ്, വേറൊരു 30 സ്റ്റെപ്സ്. അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ട്രാഷ് ഇടണമെങ്കിൽ അവിടെ ഉണ്ടാവും. എന്താ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല മുഴുവൻ. ഇതിപ്പോൾ നെൽപ്പാടത്തിന് ഇവിടെ ഒരു തടവ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇനി ഉണ്ടാവാൻ പോണത് ഈ കൊയ്ത്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. ആരുടെ പാടാണെന്ന് അറിയില്ല. പക്ഷേ ആ പച്ചത്തുണിയില്ലേ, പച്ചത്തുണി കെട്ടിയാലും തന്നെ പച്ചത്തുണി കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ പന്നി വരാതിരിക്കാനൊക്കെ. എന്നിട്ടത് കഴിഞ്ഞാൽ തുണിയല്ല, പച്ച പ്ലാസ്റ്റിക്കാണതും. കഷ്ടി 1 കിലോമീറ്റർ നടന്നു നമ്മൾ ഇല്ല അല്ലേ? 1/2 കിലോമീറ്റർ. 1/2 കിലോമീറ്ററിൽ തിരയാണ്ട് കിട്ടിയ വേസ്റ്റ്, തിരഞ്ഞിട്ടല്ല തിരയാണ്ട് കിട്ടിയ വേസ്റ്റാണ്. 2026 ആയിട്ട് ഞാനൊരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ വേസ്റ്റ് നിന്ന് പെറുക്കൽ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ കൂടേണ്ടവർക്കൊക്കെ ഒപ്പം കൂടാം. എൻ്റെ സ്ഥലം പട്ടാമ്പിയാണ്, തിരുവേഗപ്പുറ. ഞാൻ വേസ്റ്റ് പെറുക്കാൻ പോകുന്ന ദിവസം ഏതെങ്കിലും തരത്തിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ കൂടെ വരാം. നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ പലതും കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യാറുണ്ട്. കുട്ടികൾ മാത്രമല്ല അല്ലേ, നമുക്കിഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മുതിർന്നവരും ഫോളോ ചെയ്യാറുണ്ട് ഇല്ലേ? ഞാനൊക്കെ പതിവുണ്ട് കേട്ടോ. പുതുവർഷത്തിൽ ഇത് നമ്മുടെ ഒരു തീരുമാനമാവട്ടെ. ഇത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്ലാസ്റ്റിക് വേസ്റ്റിനെ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളെ നമ്മൾ അലക്ഷ്യമായിട്ട് അവിടെ ഇവിടെ വലിച്ചെറിയില്ല എന്നുള്ളത് എല്ലാവരും ഒരു തീരുമാനം എടുക്കണേ. ടാറ്റാ ബൈ ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.